അധികമായി പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് ഡാമേജ് ആയി പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കൂ? നിങ്ങളുടെ പല്ലും മോണയും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ചെറിയൊരു തേയ്മാനോ അല്ലെങ്കിൽ ഒരു ചെറിയ കുഴി പോലെയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെയാണ് സെർവിക്കൽ അബ്രഷൻ എന്ന് പറയുന്നത്. 90% ഇത് അമിതമായി ബ്രഷ് ചെയ്യുന്നതുകൊണ്ടും ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്സും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ പല്ലിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള ഇനാമൽ ഏറ്റവും തിന്നായിട്ടുള്ളത് പല്ലും മോണയും കൂടെ ചേരുന്ന ആ ഒരു സെർവിക്കൽ ഏരിയയിലാണ്. അപ്പം നമ്മൾ ഭയങ്കര കട്ടിയുള്ളൊരു ബ്രഷ് വെച്ച് ഇംപ്രോപ്പറായിട്ട് ഹൊറിസോണ്ടൽ രീതിയിൽ ഡെയിലി പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ ആ പല്ല് തേക്കുന്നത് കൊണ്ട് ആ ഒരു ഇനാമൽ തേഞ്ഞു പോയി അവിടെ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് സെർവിക്കൽ അബ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പല്ലിൽ കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പല്ലിന് ഈ തേയ്മാനം കൊണ്ട് പുളിപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ അവിടെ ഒരു കുഴി പോലെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു പല്ലും മോണയും തമ്മിൽ ചേരുന്ന ഏരിയയിൽ സ്ഥിരമായി ഭക്ഷണം അടിഞ്ഞ് അതൊരു കേടിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫ്രണ്ടിലത്തെ പല്ലുകളിലാണ് ഈ സെർവിക്കൽ അബ്രഷൻ വരുന്നതെങ്കിൽ ആ പല്ലുകളുടെ വലിപ്പം കൂടിയതുപോലെയും ഒരു അഭംഗിയായിട്ട് അത് കാണാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇപ്പോൾ സെർവിക്കൽ അബ്രഷൻ വളരെ കൂടുതലാണെങ്കിൽ ആ പല്ല് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെർവിക്കൽ അബ്രഷൻസ് ഓൾഡ് പേഷ്യൻസിൽ വളരെ കോമൺ ആണ്. യങ് പേഷ്യൻസിലും ഇത് വരാം. നമുക്കിത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 2 മിനിറ്റ് മാത്രം ബ്രഷ് ചെയ്യുക. ഹൊറിസോണ്ടൽ രീതി പല്ല് തേക്കാതെ പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. അതേപോലെ ഭയങ്കരമായിട്ടുള്ള അബ്രസീവ് കണ്ടൻസ് ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക.